അത് കുരിശിൽ പൂർത്തീകരിച്ചു. 2000 വർഷം മുമ്പ് അതിൻ്റെ തല തകർന്നു. ഇനി പാപത്തിൻ്റെ അനുസരണക്കേടെന്ന പാപത്തിൻ്റെ ശിക്ഷ നമുക്ക് നിത്യജീവൻ നഷ്ടമാകുമെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. യേശുക്രിസ്തു അത് നമുക്ക് നേടിത്തന്നതാണ്. ഇനി നമ്മൾ അതിൻ്റെ പേര് പറഞ്ഞ് ആരും നമ്മെ വഞ്ചിക്കാൻ പാടില്ല. നമ്മൾ അനുസരിക്കേണ്ട പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശരീരത്തിൽ ശിക്ഷയുണ്ട്. ആ ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അതിന് നമുക്ക് ഈ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഈശോ അത് നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് അതിൻ്റെ കാഠിന്യം ലഘൂകരിച്ചു തരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പാപത്തിന് ശിക്ഷയിൽ നിന്ന് നമുക്ക് കുറച്ച് ഇളവ് കർത്താവ് നൽകുന്നുണ്ട്. അതിനാണ് പ്രാർത്ഥിക്കാനും ഉപവസിക്കുവാനൊക്കെ പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ ഉപവസിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഉപവസിച്ചില്ലെങ്കിലും കർത്താവ് നമുക്ക് തന്റെ കരുണയാൽ നമുക്ക് രക്ഷ നൽകും. കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസിനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. അത് പറയുന്നത് നമ്മൾ കരുണയിൽ ആശ്രയിക്കുവാനായിട്ട് നന്മ ഹൃദയത്തിലുള്ളവർക്ക് മാത്രമാണ്. ശാപവനാൻ പറഞ്ഞു, രണ്ടുടുപ്പുകളൊന്നും ഇല്ലാത്തവർ കൊടുക്കും. നന്മ ചെയ്യട്ടെ. നന്മ ചെയ്യുന്നവനാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. നന്മ ചെയ്യാത്ത സ്നാനം സ്വീകരിക്കാൻ വന്നപ്പോൾ സ്നാപകനാൻ അവരെ ഓടിച്ചു വിടുന്നുണ്ട്. നിങ്ങൾ പോയി നന്മ ചെയ്യുക, നിങ്ങൾ പങ്കുവെക്കുക, നിങ്ങൾ നന്മ ചെയ്യുക, നിങ്ങൾ നീതി പ്രവർത്തിക്കുക. ഇപ്പോൾ നമുക്ക് സ്നാനം സ്വീകരിച്ചുകൊണ്ട് പഴയ നിയമത്തിലെ സ്നാനം മോശയോട് ഇസ്രായേൽ ജനം ചെങ്കടലിലൂടെ കടന്ന് നമ്മൾ പെസഹ ആചരിച്ചു കഴിഞ്ഞു. പെസഹ എന്താണ്? കടന്നുപോക്കലാണ്. ഒരു അടിമത്തത്തിന്റെ ഭവനത്തിൽ നിന്ന് ഈ വേനുമായി കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ അവർ ചെങ്കടലിലൂടെ കടന്ന് സ്നാനമേറ്റു എന്ന് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. നമ്മൾ അതിന് സ്നാനം വെള്ളത്തിലൂടെ നശിക്കപ്പെട്ട ഒരു ജനതയെ വെള്ളത്തിലൂടെ രക്ഷിക്കുന്നതിൻ്റെ അടയാളമാണ് വെള്ളത്തിലൂടെ സ്നാനം. വെള്ളത്താലുള്ള സ്നാനമേറ്റ് നമ്മൾ യേശുക്രിസ്തുവിൽ സ്നാനമേൽക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ യോഹന്നാൻ പറഞ്ഞു, എന്നെ പിന്നാലെ വരുന്നതിനേക്കാൾ ശക്തനാണ്, അവന്റെ ചെരുപ്പിന്റെ മറയിക്കാൻ യോഗ്യനൻ. അവൻ പരിശുദ്ധാത്മാവിലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അപ്പം പരിശുദ്ധാത്മാവിലും അഗ്നിയാലും സ്നാനപ്പെടുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ഈശോ ഈ പീഡാസഹന കാഴ്ചയിൽ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ ഉയർപ്പിലേക്ക് നമ്മൾ അറിയുകയാണ്. ഈശോയോടുകൂടി ഉയർത്തെഴുന്നേൽക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ്, നന്മയുടെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ മർത്ത ശരീരത്തെയും അവനോടുകൂടി ഉയർപ്പിക്കും. ഈ ഉയർപ്പ് ഞായറിൽ നമുക്ക് കർത്താവിനോടുകൂടി ഉയർക്കുവാനായിട്ട് അവന് അസഹ്യം തടവുകാരെ തന്നെ അപ്പസ്തലന്മാരെന്നും പ്രവാചകന്മാരെന്നും പ്രബോധകരെന്നും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് പേരിട്ടു. നമ്മയും കർത്താവ് ഇതിനോടുകൂടെ ഈ ഉയർപ്പ് ഞായറിൽ നമുക്ക് ഉയർക്കുവാനായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഈ കക്ഷയാഴ്ചയിൽ നമുക്ക് കൂടുതൽ ആത്മീയമായിട്ട് വളരുവാനായിട്ട്, നമുക്ക് വിശുദ്ധിയിൽ വളരുവാനായിട്ട്, തന്മയിൽ വളരുവാൻ, പങ്കുവെക്കുന്നതിൽ വളരുവാനായിട്ട്. നമ്മൾ പെസഹ ആചരിച്ചു. പെസഹ എന്താണ്? പങ്കുവെക്കലിൻ്റെ ശുശ്രൂഷയാണ്, എളിമയുടെ ശുശ്രൂഷയാണ്. മോശ വഴി ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് ഇതിന്റെ ഓർമ്മ ആചരിക്കുന്ന പെസഹ ആചരണം. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ പെസഹ അല്ല പുതിയ നിയമത്തിലെ യേശു സ്ഥാപിച്ച പെസഹ. യേശു സ്ഥാപിച്ച പെസഹ നമുക്ക് യഥാർത്ഥതയുടെ അടിമത്തത്തിൽ നിന്ന് മോചനം നൽകാൻ വേണ്ടിയാണ്. അതിൽ രണ്ട് രീതിയിലാണ് ഈശോ അതിന് ഒന്ന് എളിമപ്പെടുക, ദാസനാകുക. ദാസനായാൽ മാത്രമേ, അത് എളിമപ്പെട്ടാൽ മാത്രമേ സാധിക്കൂ. എളിമയിലേക്ക് കടന്നു വരിക. രണ്ടാമത് പങ്കുവെക്കുന്നവരാകുക. കുരിശില് ഈശോ നമുക്ക് പങ്കുവെച്ച് നൽകിക്കൊണ്ട് എൻ്റെ ശരീരവും എൻ്റെ രക്തവും ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പങ്കുവെക്കലിൻ്റെ ശുശ്രൂഷ, ഈ രണ്ട് ശുശ്രൂഷയാണ്. പുതിയ പെസഹായിൽ നമുക്ക് രണ്ട് ശുശ്രൂഷയാണ് കാണുന്നത്. നമുക്ക് ആ രണ്ട് ശുശ്രൂഷയും നമ്മൾ ജീവിതത്തിൽ സ്വന്തമാക്കുമ്പോഴാണ് നമുക്ക് യേശുവിൻ്റെ രക്ഷ നമുക്ക് അനുഭവിക്കുവാൻ വെളിപാട് നമുക്ക് ലഭിക്കും. യേശു പറഞ്ഞു, നിങ്ങളെ സഹോദരിയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട, ഞാൻ നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളെ നാലേഖൻ കുത്തിവെക്കും. ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരായി തീരുവാനായിട്ട് ഈ രണ്ട് ശുശ്രൂഷയിലും നമ്മൾ
പങ്കുചേരണം. ഒന്ന് എളിമയുണ്ടാകണം, ഒന്ന് പങ്കുവെക്കണം. നമുക്ക് ദൈവം തന്ന കഴിവ്, ആരോഗ്യ, സമ്പത്ത്, ഈ കൊച്ചു ജീവിതം നമുക്ക് പങ്കുവെക്കുവാനും എളിമപ്പെടുവാനും ഈ ദുഃഖ വെള്ളിയാഴ്ച കർത്താവിൻ്റെ വിടാസകത്തിൽ നമുക്ക് പങ്കുചേരുവാനാണ്. കർത്താവ് തൻ്റെ പുത്രനെ കുരിശിലേക്ക് വിട്ടുകൊടുത്തത് അനുസരണമെന്ന ആ വലിയ പുണ്യം കാണിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ അനുസരണം യേശു പറഞ്ഞത്, ഞാൻ പിതാവിനെ അനുസരിക്കുന്നത് ഇവിടെ മരണം വരെ, മരിക്കുന്ന മരണം ജീവൻ വരെ കൊടുക്കുവാനായിട്ട് പുത്രൻ തയ്യാറാവും. ഇതൊരു സാധിഷ്ഠായ ഒരു ദൈവമല്ല. മനുഷ്യൻ്റെ രക്തം കണ്ട് ബലിയർപ്പിച്ച് രക്തബലി കണ്ട് അതിൽ സന്തോഷിച്ചത് ആനന്ദിച്ചത് അത് പിശാചാണ് നരബലി കണ്ട് സന്തോഷിക്കുന്നത്. നമ്മുടെ കർത്താവ് ഒരിക്കലും നരബലി കണ്ട് സന്തോഷിക്കുന്നതല്ല. പുത്രൻ്റെ നമ്മളെ ഓരോരുത്തരെയും ദൈവ സഹനത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ വലിയ രക്ഷയാണ് ദൈവം അവിടെ കാണുന്നത്. സകല അനുസരണം എന്ന ആ പുണ്യത്തിലൂടെ നമ്മളെ കർത്താവ് ഒരുക്കുകയാണ് ഏത് ജീവൻ വരെ കൊടുക്കുവാനായിട്ട്. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിധിച്ചുകൊണ്ട് നിന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഭവിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നതിൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. രക്ഷിതാഗ്രഹിക്കുന്ന അവൻ്റെ അപ്പനും അമ്മയും വയലും വീടും ഭാര്യയും മക്കൾ തന്നെയല്ല, സ്വജീവനെ തന്നെ കൊടുക്കണം, ജീവനെ തന്നെ വെറുക്കണം. ഇല്ലാത്തവന് ശിക്ഷാകാൻ സാധിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ എത്ര വ്യക്തമാണ്. നമ്മൾ ഇന്നും പലതും കൊടുക്കുവാനായിട്ട്, ഒന്നും കൊടുക്കുവാനായിട്ട് നമ്മൾ ചെറുവേലത്തിൽ ഒരു അമ്മച്ചി പറഞ്ഞു, കിഡ്നി കൊടുക്കാമെന്ന്. അച്ഛൻ പറഞ്ഞു, അമ്മച്ചി കിഡ്നി കൊടുക്കണ്ട, ചട്നി കൊടുക്കുക. ആദ്യം ചട്നി കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് കിഡ്നി കൊടുക്കുക. നമ്മൾ ചെറിയ ശുശ്രൂഷകൾ, ചെറിയ നന്മപ്രവർത്തികൾ നമ്മുടെ ഇടയിൽ തന്നെ അനേകം മക്കൾ വേദന അനുഭവിക്കുന്നവരും ദുരിതം അനുഭവിക്കുന്നവരും കഷ്ടത അനുഭവിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരും പീഡനം അനുഭവിക്കുന്നവരും ഒക്കെയുണ്ട്. അവരെയൊക്കെ ഒരു കൈത്താങ്ങാകുവാൻ, അവരെയൊക്കെ ഒന്ന് സഹായിക്കുവാൻ, അവരെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കുവാൻ, അവരെ ഒന്ന് മനസ്സിലാക്കുവാൻ, അവരെ ഒന്ന് അംഗീകരിക്കുവാൻ, അവരെ ഒന്ന് ബഹുമാനിക്കുവാൻ, അവരെ ഒന്ന് സ്നേഹിക്കുവാനൊക്കെ നമുക്ക് കഴിയുമ്പോഴാണ് യേശുവിൻ്റെ സ്നേഹം നമുക്ക് പൂർണ്ണമാകുക നമ്മുടെ ജീവിതത്തിൽ കൂടെ. ഇന്ന് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നവർ മറ്റുള്ളവരുടെ മുമ്പിൽ അപകളിതരായി മാറും. ഇന്ന് നമുക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ, പ്രാർത്ഥനയുടെ പേരിലൊക്കെ തമ്മിലടിക്കുന്നവരും കലഹിക്കുന്നവരും എന്നിട്ട് എല്ലാം കർത്താവിൻ്റെ പേരിലാണെന്ന് പറയുന്നവരും ഒക്കെയാണ് ഇന്ന് ലോകത്തിലുള്ളത്. സാത്താൻ അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് പറയും. സഭയിലും സാത്താൻ പ്രവേശിച്ചിരിക്കുന്നു. ദൈവം ഈ ഉയർപ്പ് ഞായറിൽ, ഈ കഷ്ടയാഴ്ചയിൽ നമ്മുടെ ആ സഹനത്തിൽ കർത്താവ് നമുക്ക് ഉയർപ്പ് തരുവാനായിട്ട്, ഈ ഉയർപ്പ് നമുക്ക് ദുഃഖ വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആക്കി മാറ്റുവാനായിട്ട്, സന്തോഷത്തിൻ്റെ ദിവസം, നമ്മുടെ രക്ഷയുടെ ദിവസമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈ വേളയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കട്ടെ, എളിമയിലേക്ക് നയിക്കട്ടെ, പങ്കുവെക്കുന്നതിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.